ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് മാൻ. പൊടി എന്നൊക്കെ പറഞ്ഞ് എന്തോ പൊടിയാണോ ദൈവമേ? ഇവിടെ ജീവിക്കുന്നവർ മനുഷ്യരല്ലേ ഇങ്ങനെ അങ്ങ് ഡിസ്റിഗാർഡ് ചെയ്യാനായിട്ട്? I'm going back from Thurur to എടപ്പള്ളി. രാത്രി ആയാലും വിടൂല. അതാണല്ലോ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും നമ്മൾ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇവിടെ ലോക്കാ. ഒന്നാമത് ഇതുപോലത്തെ വലിയ ട്രക്കുകൾ വരുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ്. പൊടി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നെയും വണ്ടീനെയും രണ്ടിനെയും കുളിപ്പിച്ചെടുക്കണം, തേച്ച് ഉരച്ച്. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന മാതിരി തന്നെ റോഡ് ക്ലിയർ അല്ല. കാരണം നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കുഴി ഉണ്ടോ എന്നുള്ളത് എനിക്കിപ്പം ഒരു കൃത്യത ഉണ്ടാവില്ല. കാരണം ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും, വലിയ കുഴിയൊക്കെ ആണെങ്കിൽ ചാടും ഉറപ്പാ. വീഴാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് ഒത്തിരി ബൈക്കുകാരും ഒക്കെ പോകുന്നുണ്ടല്ലോ. ഇവിടെ എത്തുമ്പോൾ ഉള്ളൊരിതാ, ഇപ്പോൾ ഒരു അങ്കിള് പുള്ളി ഉണ്ടല്ലേ, പുള്ളി ഈ സൈഡിലൂടെ പോവുള്ളൂ. കാരണം ഞാൻ പുള്ളിയുടെ അടുത്ത് അപ്പുറത്തെ സൈഡിലൂടെ ഒതുങ്ങി പോകാൻ പറയില്ല. കാരണം അപ്പുറത്തെ സൈഡ് ഇതിനേക്കാളും വലിയ കുഴികളാണ്. എങ്ങാനും വീണാൽ അതിനേക്കാളും വലിയ പ്രശ്നമാണ്. അപ്പം പൊതുവേ സ്പീഡിൽ പോകാൻ താല്പര്യമുള്ള എൻ്റെ അയ്യോ മണൽ താല്പര്യമുള്ളവർക്ക് വേണ്ട റോഡ് കിടക്കുന്നുണ്ടല്ലോ, അങ്ങ് ഫ്രീ ആയിട്ട് കിടക്കുക. ഈ അങ്കിള് മാറൂല, ഈ അങ്കിള് നടുക്ക് കൂടെ പോവുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, പാവം. ഹീസ് ജസ്റ്റ് വിട്ട് പിടിച്ചോ മോനെ. ബ്രൈറ്റ് ഇട്ടിട്ട് പോവാം, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ദ നൈറ്റ് സീൻ ഓഫ് ദിസ് റോഡ്. അങ്ങോട്ട് പോയപ്പോഴും പറഞ്ഞല്ലോ, കുറേ ഭാഗത്തെ പണി തീർന്നിട്ടുണ്ട്, കുറേ ഭാഗത്തെ തീർന്നിട്ടില്ല. മെയിൻ കൺസേൺ ഇസ് ഓൾ അബൌട്ട് ദ പോട്ടോൾസ്, നീഡ്സ് ബി ഫിക്സ്ഡ്. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ യാത്ര കുറച്ചും കൂടെ ഭേദം. പിന്നെ വേറൊരു വലിയൊരു കൺസേൺ ഇവിടെ, ഇതിൻ്റെ മണ്ടേന്ന് ചിലപ്പം ടൂൾസും സാധനങ്ങളൊക്കെ അവിടുന്ന് വീഴും. അത് വണ്ടികളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പെയിൻറ്റും സാധനങ്ങളൊക്കെ വീണിട്ടും, പിന്നെ ഈ ടർപ്പൻറ്റൈനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീണിട്ട് വണ്ടിയിൽ മൊത്തമായി. വണ്ടി മൊത്തം റീപെയിൻറ്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനത്തെ. അപ്പോൾ ഇവിടെ എൻ്റെ വാഷ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് എങ്ങാനും പെയിൻറ്റ് വീണ അടിച്ചു കൊടുക്കാനായിട്ടോ. അങ്ങനെയൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ കുടുങ്ങിട്ടോ. ഇത് പിന്നെയും ചേഞ്ച് ചെയ്ത് ഇവിടുത്തെ ഒരു ഈ സർവീസ് റോഡിലൂടെ കയറ്റി, മുകളിലൂടെ റോഡിലൂടെ ആയിരുന്നു. ഡബേ അയ്യോ എൻ്റെ പൊന്നേ. ഇതിപ്പോൾ ഇവരെ പറയും, ഇത് കണ്ട ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ഇവർ ചെയ്തത്. ആ പാലത്തൂടെ മുകളിലാണ് പാലമുള്ളത് ഒറിജിനൽ, ഒരു സർവീസ് റോഡ് കയറ്റി ഇത് കൂടെ ഇറക്കിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു റഷാണ്. കാരണം സിംഗിൾ ലൈൻ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, വെരി ബാഡ്, വെരി ബാഡ്. ഇതാണ് കുത്തിയത്തോട് പോലീസ് സ്റ്റേഷൻ. പൊടി പൊടി എന്നെൻ്റെ ജാക്കറ്റ് വരെ കഴുകേണ്ടി വരും, അതുപോലത്തെ പൊടിയാ. റിയലി ഓഫുൾ മാൻ. പോട്ട് ഹോൾസ്, ഡസ്റ്റ്, ഷിറ്റി തിങ്സ് വെൻ യു ട്രാവൽ ഓൺ ദ റോഡ്. Not helping people. But just think about it, no? People travel on these roads every day till the construction is over. And the construction takes almost 3.5, 4 years. Oh man, by the time the construction is over, most of the people, would be fed up. I feel for them. I seriously feel for them. ഗ്യാപ്പിലൂടെയൊക്കെ കയറ്റി പോകാമെന്ന് വെച്ചാൽ ഗ്യാപ്പും കിട്ടില്ല. അതാണ് ഏറ്റവും വലിയ രസം ഇവിടെ. അപ്പോൾ ആകെ ഒരു വഴിയേ ഉള്ളൂ, ഈ ബസ്സുകാരൻ്റെ പൊടി മൊത്തം തിന്ന് പോകാന്നല്ലാതെ. എൻ്റെ അമ്മേ, അതിനിടയിൽ കൂടെ കുറേ ഹോണടിക്കാരെ കൊണ്ട് തോറ്റ് മോനെ. എന്നാലും അടിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാരുടെ ബുദ്ധിമുട്ട് എന്നാലും മനസ്സിലാക്കൂല. എന്നാൽ മെല്ലെ അങ്ങ് പോയാൽ പോരെ. കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്തിനാണ് ഈ കണ്ടമാനം ഹോണടിക്കുന്നത്? ഇതുകൊണ്ട് യു കാൻ ഡു എനിത്തിങ്. ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. യു വിൽ ഹാവ് ടു ഗോ ബിഹൈൻഡ് ദിസ് ബസ്. ദ ഓൺലി ഓപ്ഷൻ ഇസ് സ്റ്റോപ്പ് സംവെയർ till it passes. But by the time
വേറെ ട്രക്കോ എന്തെങ്കിലും വരും. പിന്നെ അവരുടെ പുറകെ ഇതേ പൊടി നിന്ന് തന്നെ പോകണം. അപ്പം ദർസ് നോ ചോയ്സ്. ഇവരുടെ പുറകെ പോകാമെന്നല്ലാതെ യു ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്. ഇതുകൊണ്ട് ഭയങ്കര പൊടിയായി. ഇപ്പോൾ ഈ ഇറ്റ്സ് എ നൈസ് ഹെൽമെറ്റ്. ഓക്കെ, ആക്സോറിൻ്റെ ഹെൽമെറ്റാണ്, കംപ്ലീറ്റ് കവേർഡാണ്, ഒരു തുള്ളി പൊടി അടച്ചു വെച്ചാൽ ഉള്ളിൽ കയറില്ല. സോ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. പൊടി കാണുന്നതേ ഉള്ളൂ. ഇത് വൈസർ പൊന്തിക്കാൻ പറ്റില്ല, വൈസർ പൊന്തിച്ചാൽ തീർന്നു. പിന്നെ ഇറ്റ്സ് എ ക്ലിയർ വൈസർ, ക്ലാരിറ്റി ഈസ് ഗുഡ്. ഇറ്റ്സ് എ ന്യൂ ഹെൽമെറ്റ്, സ്ക്രാച്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റും ആണല്ലോ, പിന്നെ വലിയ കുഴപ്പമില്ല. ചില കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തു വെക്കണം, കാരണം മറിഞ്ഞാട്ടി വീണ് കഴിഞ്ഞാൽ അറിയണമല്ലോ എങ്ങനെയാണ് വീണേന്ന്. ഇത് ഫുൾ ഫുട്ടേജ് ശരിക്കും എടുത്തു വെക്കേണ്ടതാണ്. ഇത് ഹോൺ അടിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഐ എം വെരി സോറി, കാരണം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പോയിക്കോട്ടെ. ഇത് കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിലെത്തുമ്പോൾ അടുത്ത വണ്ടികളുണ്ട് ഇവിടെ റെഡി ആയിട്ട്. അപ്പം പറന്നു പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല, കാരണം വണ്ടികളുടെ നീണ്ട നിരയാണ് ഇവിടെ. ഇതിപ്പോൾ അവിടെ എന്തോ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദേ സ്റ്റോപ്ഡ് ഇറ്റ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം അവിടെ ഒരു വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുക. ഈ വെൽഡിങ് വലിയൊരു സംഭവം തന്നെ കേട്ടോ. കാരണം നമ്മൾ പുറത്തുള്ള കൺട്രിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആക്സസറീസൊക്കെ ഉപയോഗിച്ചിട്ട് വെൽഡിങ്ങും ബാക്കി കാര്യങ്ങളും ചെയ്യുള്ളൂ. ഫസ്റ്റ് തിങ് സൺഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടേ അവർ ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഞാൻ ഒത്തിരി ആൾക്കാർ നമ്മുടെ പണി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, സൺഗ്ലാസോ വേറെ ഒന്നും ഇടാതെ. അപ്പോൾ അതൊരു സേഫ്റ്റി മെഷറാണല്ലോ. നമ്മുടെ കണ്ണ് പോകുന്ന പരിപാടിയാണല്ലോ, കാരണം ഇത്രയും ഭയങ്കര വെളിച്ചമാണല്ലോ അതിൻ്റെ. അപ്പം ഐ റിക്വസ്റ്റ്, ഇതൊക്കെ കാണുന്ന ആരെങ്കിലും വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് വെയർ യുവർ സൺഗ്ലാസസ്. നിങ്ങളുടെ കണ്ണ് പോയാൽ നമുക്ക് മാത്രമേ നഷ്ടമാവുള്ളൂ, ആർക്കും നഷ്ടമാവില്ല. എന്താ മോനെ ഇത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ട്രയംഫ് ഉണ്ട് 400, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ സ്ക്രാംബ്ലർ വല്ലതും എടുത്തിട്ട് ഇതിലൂടെ ഇങ്ങനെ എണീച്ച് ഇങ്ങനെ പോകണം. അതിന് പറ്റിയ റോഡാണ്. എക്സാക്ട്ലി ആൻ ഓഫ് റോഡ്. യുൽ ഗെറ്റ് ആൻ ഓഫ് റോഡ് എക്സ്പീരിയൻസ് വെൻ യു കം ഹിയർ റൈറ്റ് നൗ. ചെറിയ ഗ്യാപ്പുകളൊക്കെ ഇഷ്ടംമാതിരി, പക്ഷേ കയറാൻ പറ്റില്ലെന്ന്. കാരണം ഈ കല്ലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയാൽ കണ്ട ഇത് ഇവരെ അടുപ്പിക്കും അവരെ അടുപ്പിക്കും. കാരണം ഇതിപ്പം 2 ലൈനായി, സിംഗിൾ ലൈൻ റോഡ് 2 ലൈനായി. 2 സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്, പിന്നെയും ടൈറ്റ് ആവുക. അയ്യോ, ഒരു കുഞ്ഞു പൊടി, കുഞ്ഞ് വരെ എന്തോരം പൊടിയിടണമെന്നറിയോ. ഈ പൊടി നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ഇമ്മാതിരി പൊടിയാണ്. ഇറ്റ്സ് സോ ബാഡ് മാൻ. ഇപ്പം നേരത്തെ ഇതിലൂടെ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവർ വെള്ളം ഒഴിക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കാതെ പറ്റില്ല, ചെളിയാണ്. പൊടിയിനേക്കാളും വേറെ ചെളി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ അമ്മേ ബസ് നോക്കണം, അപ്പുറത്തുനിന്ന് ബസ് ഈ റോട്ടിലേക്കാണ് കയറുന്നത്. കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞാലേ ആൾക്കാർ ആ ട്രക്കൊക്കെ വരുന്നത് തന്നെ ഉണ്ടല്ലേ, ഭയങ്കര പാടാട്ടോ. ഷിറ്റീമൻ. അതിലൂടെ ഞാൻ വന്നത്, അവിടെ നിന്നാണ് ഞാൻ ലോക്കായി പോയത്. കണ്ടോ, ഈ പോക്ക് പോയാലേ രക്ഷയുള്ളൂ എന്ന അവസ്ഥയായി നമ്മൾ തന്നെ പറയും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം ഉണ്ടെങ്കിൽ അപ്പുറത്തെ കടയിൽ മൊത്തം ചെളിയാണ് അടിച്ച് കയറുന്നത്. ആൾക്കാരുടെ ഫ്രസ്ട്രേഷനാണ് ഇപ്പോൾ കണ്ടത്. പുള്ളിനെ ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല. പുള്ളി ആ പോയ പോക്ക് അത്രയും മാത്രം ഇറിറ്റേറ്റഡ് ആയി പോകും നമ്മൾ ഈ റോട്ടിലൂടെ പോയി കഴിയുമ്പോൾ. എരമല്ലൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചന്ദ്രൂർ വരെ പിന്നെയും പൊളിഞ്ഞ് ഭയങ്കര ഷോക്കാണ്. അപ്പോൾ നമുക്ക് സ്പീഡ് ഇസ് നോട്ട് ആൻ ഓപ്ഷൻ. അല്ലെങ്കിൽ റോഡ് അത്രമാത്രം അറിയുന്ന ആൾക്കാരാണെങ്കിൽ ദെൻ ഇറ്റ്സ് ഫൈൻ. എല്ലായിടത്തും ഡീറ്റൂറാണ്. അവിടെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പോയപ്പോൾ ഇത്രയും ഡീറ്റൂറും ഇങ്ങനത്തെ തിരിഞ്ഞും മറിഞ്ഞും പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അറുത് ഡ്യൂട്ടി കൂട്ടമന കുട്ട അടിപൊളി. KSRTC ഒക്കെ ഇനി മെയിൻ്റനൻസ് കോസ്റ്റ് പിന്നെയും കൂടും. എന്തോരം അയ്യോ, ആ പുള്ളിയെ കണ്ടില്ലേ, മുഖം പൊത്തി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം അത്രയും പൊടി കയറുകയാണല്ലോ ചേട്ടാ. അയ്യോ ഉണ്ടോ ഇവിടെ ഒന്നും
എൻ്റെ പൊന്നേ, this is really sad state, such a sad state, man. ആ കുഞ്ഞു പൊടി കണ്ടില്ലേ, എന്തോരം പൊടിയാണോ ആ കുഞ്ഞ് തിന്നുന്നത്. പാവം, അതിനെന്തെങ്കിലും അറിയുന്നുണ്ടോ? കണ്ടോ, അയ്യോ, ആൾക്കാർ കുനിഞ്ഞൊക്കെ നിന്നിട്ടാണ് പൊടി കാരണം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, പ്ലീസ് 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 ഡു സംതിങ് അബൌട്ട് ദിസ്, ഐ റിക്വസ്റ്റ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് മാൻ. പൊടി എന്നൊക്കെ പറഞ്ഞ് എന്തോ പൊടിയാണോ ദൈവമേ? ഇവിടെ ജീവിക്കുന്നവർ മനുഷ്യരല്ലേ, ഏലിയൻസ് വല്ലാണോ ഇങ്ങനെ അങ്ങ് ഡിസ്റിഗാർഡ് ചെയ്യാനായിട്ട്? സത്യം പറയാട്ടോ, ഭയങ്കര മോശം. മോനെ കുട്ട, ഞാനൊന്ന് പോയിക്കോട്ടെ. ട്രക്കുകളും ബസ്സുകളൊന്നുമാണ് ഈ അതേ ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് അത്രയും പൊടി വരാനുള്ള കാരണം. സി ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്, ആൻ ആംബുലൻസ്, ഇറ്റ്സ് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോവുക, എന്താ ആരാന്നറിയില്ല, ഐ ഡോണ്ട് നോ ഹൂവർ ഇറ്റ് ഈസ്, ബട്ട് ഗോഡ് സേവ് ദം, സേവ് ഹിം, ഹെർ. ഈ ആംബുലൻസ് പോകുന്നത് ഈ പൊട്ടിയ റോഡിലൂടെയാണ്. സ്പീഡിൽ പോകാനും പറ്റുമോ? എത്ര ആൾക്കാരെ ഡിസ്റിഗാർഡ് ചെയ്തിട്ടുള്ള ഈ പരിപാടി, ഇറ്റ്സ് വെരി ബാഡ് മാൻ, സീരിയസ്ലി, സോ സാഡ്. സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല, കാരണം അത്രയും വലിയ കുഴികളായി ഭാഗത്ത്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ ആരായാലും അവരെ നോക്കണമല്ലോ. ഞാൻ ഓവർടേക്ക് ചെയ്യുന്നില്ല, കാരണം അവർക്ക് പെട്ടെന്ന് കയറിപ്പോകാനുള്ള ഗ്യാപ്പൊക്കെ കിട്ടിയാലേ കയറിപ്പോയിക്കോട്ടെ. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, നമ്മളിൽ ഒരാളാവാം ഇവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. ഇത്രയും സ്ലോ ആയിട്ട് ഇതിലൂടെ പോയി ഈ കുഴിയിലൂടെ ചാടിയിട്ടായിരിക്കും എന്തെങ്കിലും സംഭവിക്കുന്നത്. ഹൂ വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ്? No one is going to take responsibility for this. So something has to be done. I'm reiterating again and again the same thing. Something needs to be done on this road immediately. At least the potholes, just fill these. ഇവിടെ വണ്ടികളൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട്, പക്ഷേ പറ്റുന്നില്ല. കാരണം അപ്പുറത്തെ സൈഡിലും ഭയങ്കര വലിയ കുഴികളാണല്ലോ. ആംബുലൻസിന് വേണ്ടി മാറിക്കൊടുക്കാൻ തയ്യാറായ ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലെ എല്ലാവരും. പക്ഷേ ഈ പറയുന്ന മാതിരി കണ്ട പുള്ളിയൊക്കെ മാറ്റിയത് കണ്ടില്ലേ, കണ്ടോ? എല്ലാവരും മാറ്റും. ഐ മീൻ, ഹാറ്റ്സ് ഓഫ് ടു പീപ്പിൾ. ആംബുലൻസ് വരുന്ന കാണുമ്പോഴേ ദേ മേക്ക് ഷുവർ ദാറ്റ് ദേ ഗിവ് വേ. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കുഴിയല്ലേ, അതിൽ ചെന്ന് കഴിഞ്ഞാൽ അവരും വീഴുകയാണ് ബേസിക്കലി. ഞാനത് ഫുട്ടേജ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല കേട്ടോ. ഞാൻ സാധാരണ നോർമൽ സ്പീഡിൽ ഇതിൻ്റെ പുറകെ പോവാണ്. അപ്പോൾ you can also see the civic sense of people, right, when it comes to an ambulance, and that's appreciative of all these people who's doing this. ശോചനീയമാണ് മോനെ റോഡ്. ഒയ്യോ, ഭയങ്കര ഷോക്കാട്ടോ. നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ പ്രത്യേകം അറിയാൻ പറ്റും, കാരണം ഇതിപ്പോൾ ആംബുലൻസിൻ്റെ മറ്റേ ചെറിയ ടയേഴ്സാണല്ലോ, നാരദീന വണ്ടിയല്ലേ, ഷോക്കൊക്കെ എടുത്ത് കിട്ടും. അപ്പോൾ അതിനെക്കൊണ്ട് മെല്ലെ പോകാനേ ഓപ്ഷനുള്ളൂ. മൈ ഗോഡ്, പൊടി, എൻ്റെ പൊന്നേ. ബസ് മാറ്റി കൊടുത്തു, which is good. Okay. അപ്പോൾ ഇത് we've reached Arur, which is good. Oh man, terrible, terrible, terrible. There is no other word. Terrible and awful, an awful experience.
അതൊക്കെ എവിടെയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ അരൂർ പാലാണ്. ഞാൻ തിരിച്ചെത്തി. അയ്യോ, ഒരു 8 മണി 8:15 ആയിട്ടുണ്ടാവും തോന്നുന്നു. സോ ഐ തിങ്ക് ഐ വിൽ ജസ്റ്റ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. കാരണം ഇനി അങ്ങോട്ടുള്ള റോഡ് വി ഓൾ സീൻ ഇറ്റ് റൈറ്റ്. എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ആ റോഡും കാണിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൺലി വിത്ത് ദ ഫൈനൽ റിക്വസ്റ്റ് ഇസ് പ്ലീസ് അവിടുത്തെ കുഴികളെങ്കിലും ഒന്ന് അടക്കി. അതാരാ അതിൻ്റെ റെസ്പോൺസിബിൾ NHAI? പ്ലീസ് ഡൂ സംതിങ് അബൌട്ട് ഇറ്റ്. There are a lot of people who is going through the trouble every day. Just an example is an ambulance, right? അവർ ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടില്ല. അത്രയും അസുഖമുള്ള ഒരാളെ കൊണ്ടുപോകുന്നില്ലേ. സ്കൂട്ടേഴ്സ്, 2-wheelers, right? Senior people, women, everyone is going through that. It's utter ബാഡ് സ്റ്റേറ്റിലാണത് കിടക്കുന്നത്. സോ ഡൂ സംതിങ്. എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ആ കുഴികളെങ്കിലും ഒന്ന് അടയ്ക്കുന്ന പരിപാടിയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ഇത്രയും പൊടിയും ഉണ്ടാവില്ല. ഇതെല്ലാ ദിവസവും ഈ പൊടിയും നിന്ന ആൾക്കാർ. സോ എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പറയാനും ഇല്ല. ആൻഡ് എ വെരി ഗുഡ് ഈവനിങ് ടു യു ഓൾ. ഗുഡ് ബൈ, അഡിയോസ്. എന്താണെന്നറിയില്ല, ആംബുലൻസിനെ നോക്കി 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 ടോൾ പ്ലാസ എത്തിയപ്പം നേരെ ബൈക്ക് ലൈനിലൂടെ കയറ്റുന്നതിന് പകരം നടുക്കൂടെയും കയറ്റി. അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് വന്ന് തലക്കടിക്കാൻ ഞാൻ നന്നായി. ചില സമയത്ത് നമ്മൾ ശ്രദ്ധ ഭയങ്കരമായിട്ട് മാറിപ്പോവേ. ഇതാണ് നമ്മുടെ ഈ ഡ്രൈവിങ്ങിൻ്റെയും റൈഡിങ്ങിൻ്റെയും ഒരു ഇത്. ശ്രദ്ധ ഇല്ലെങ്കിൽ ഇപ്പോഴാണല്ലോ നമുക്ക് പണി കിട്ടുന്നത്. ഓ, വണ്ടിയുടെ കോലം മോനെ ഒന്നും പറയണ്ട. പൊടി അടിച്ചിട്ട് അമ്മാതിരി പൊടിയായിരുന്നു.